കാത്തിരിപ്പിലാണ് ഈ അമ്മമാർ. മത്സ്യബന്ധനത്തിനായി പോയ തങ്ങളുടെ പ്രിയപ്പെട്ടവർ വള്ളം നിറയെ മീനുമായി തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ. മീനില്ലെങ്കിൽ ഇവരുടെ കയ്യിൽ പണവുമില്ല. വീട്ടിൽ പലിശക്കാർ എത്തുമെന്ന പേടിയുമുണ്ട് ഈ അമ്മമാർക്ക്. പലിശയ്ക്ക് എന്നെ എടുക്കും 3 രൂപ പലിശ. ഈ 3 രൂപ പലിശയ്ക്ക് പണം എടുത്ത് ഏത് മീൻ വാങ്ങിച്ച് വിൽക്കണം നമ്മൾ. കോർപ്പറേഷൻ 50,000 രൂപ എനിക്ക് കിട്ടിയെന്ന് ആദ്യം പറഞ്ഞു. പലിശ ഇല്ലെന്ന്. ഇപ്പം പലിശ അവരെടുത്തോണ്ടിരിക്കണം. മാസം 2,000 രൂപ വെച്ചാണ് ഞാൻ അടയ്ക്കണം. പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയാണ് മത്സ്യബന്ധനത്തിന് ആവശ്യമുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നത്. ഓരോ ദിവസം പണി കഴിഞ്ഞെത്തിയ ശേഷം പലിശക്കാർക്ക് പിരിവ് നൽകണം. അടി വെച്ചിട്ട് അവര് പൈസ കൊടുക്കാൻ കണ്ടില്ല. മെഷീൻ സാധനങ്ങൾ ഉപയോഗിക്കണം, എടുത്തോണ്ട് പോകും. വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോയി. ഇല്ലെങ്കിൽ അവർ പണി ചെയ്തിട്ട് അണയാൻ നേരത്തും അവർ വന്ന് എടുത്തോണ്ട് പോകും. എന്ന് പറഞ്ഞാൽ അവര് ഒന്നും നോക്കത്തില്ല. പണം കടം വാങ്ങി മത്സ്യബന്ധനത്തിന് പോകുന്നതിന് പകരം ഉപകരണങ്ങൾ വാങ്ങാനുള്ള സൗകര്യങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏർപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. സ്വന്തം ജീവൻ പണയം വെച്ച് അന്നന്നത്തെ അന്നത്തിനായി കടലിൽ പോയി പണിയെടുക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. ഒരു ദിവസം അവർക്ക് കടലിൽ പോകാൻ സാധിച്ചില്ലെങ്കിൽ, മീൻ ലഭിച്ചില്ലെങ്കിൽ വീടുകളിൽ പലിശക്കാർ കയറുന്ന അവസ്ഥയാണ്. നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.